ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ദൗത്യം ഏറ്റവും കൃത്യതയോടുകൂടെ, അർപ്പണത്തോടുകൂടെ നടത്തിയതിൻ്റെ സാഫല്യം. എനിക്കറിയാം, പിതാവ് ഇങ്ങനെ കുറേ നാളുകളായി ഈ ഒരു ഉത്തരവാദിത്വം ആരെങ്കിലും ഏൽപ്പിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് ഇത് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് അവിടുത്തെ കാരുണ്യത്തിലും കൃപയിലും മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനുള്ള നിമിഷമാണ്. ഏറെ സന്തോഷമുണ്ട് 4 പിതാക്കന്മാരുടെയും സാന്നിധ്യം. കണ്ണൂർ രൂപതയുടെ ഉത്തരവാദിത്വം ഇതുപോലെ എന്നെ ഏൽപ്പിച്ചത് അന്നത്തെ രൂപത അഡ്മിനിസ്ട്രേറ്ററും കോഴിക്കോട് രൂപതയുടെ അധ്യക്ഷനുമായിരുന്ന അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവാണ്. ഏകദേശം അന്നുണ്ടായിരുന്ന അതേ ഫീലിംഗ് എനിക്ക് വീണ്ടും വന്നിരുന്നത് പോലെ തോന്നുന്നു. കാരണം ഒരു ഉത്തരവാദിത്വം, വീണ്ടുമുള്ള ഉത്തരവാദിത്വം. പക്ഷേ ദൈവം ഏതൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോഴും അവിടെ നിന്ന് കരുത്ത് നൽകും, കൃപ നൽകും, അനുഗ്രഹിക്കും, ആശ്വസിപ്പിക്കുമെന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടെയാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. 1987 ഒക്ടോബർ 4 അഭിവന്യ കല്ലറക്കൽ പിതാവിൻ്റെ മിത്രാഭിഷേക കർമ്മത്തിന് ഇവിടെ വന്ന് പങ്കെടുത്തത് ഓർക്കുന്നു. അന്ന് മൈക്കിൾ പനക്കലച്ചൻ എഴുതിയ ആ ഒരു ഗാനം എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട്. തേനൊഴുകും പാലൊഴുകും നാടാണ് എന്നോട് നാട്. യഥാർത്ഥത്തിൽ പിതാവിൻ്റെ കഠിനാധ്വാനം കൊണ്ട് വരാപ്പുഴ അതിരൂപതയുടെ ഭാഗമായിരുന്ന ഈ പ്രദേശം എത്രയോ പെട്ടെന്ന് അത് വളർത്തിയെടുത്ത് ഒരു പ്രത്യേകിച്ച് ഇവിടെ വളർന്നു വന്ന സ്ഥാപനങ്ങളും മറ്റ് പ്രസ്ഥാനങ്ങളും കിഡ്സും ഡോൺ ബോസ്കോ ആശുപത്രിയും മനോഹരമായ കത്തീഡ്രലും ലാളിത്യത്തിൻ്റെ ഓർമ്മ നൽകുന്ന ഈ ബിഷപ്സ് ഹൗസും എല്ലാം പിതാവിൻ്റെ കാലഘട്ടത്ത് വളർന്നു വന്ന ഇതാണ്. അത് വെറും സ്ഥാപനങ്ങളിലൂടെ മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളെയും, പ്രത്യേകിച്ച് ഒരു സിനഡ് ഈ കോട്ടപ്പുറം രൂപതയിലും പിന്നീട് വരാപ്പുഴ രൂപതയിലും വന്നപ്പോഴും ഈ സിനഡ് സംഘടിപ്പിച്ചുകൊണ്ട് രൂപതയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു രൂപരേഖ പിതാവ് അൽമായരുടെയും വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും എല്ലാവരുടെയും സഹകരണത്തോടെ നടത്തിയത് ഏറെ സന്തോഷത്തോടുകൂടെ ഓർക്കുകയാണ്. ഇന്നിപ്പോൾ ഈ ഒരു കാര്യത്തിന് വരാപ്പുഴ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പ് പിതാവിൻ്റെ സാന്നിധ്യവും എനിക്കേറെ ആശ്വാസവും സന്തോഷവും പകരുന്നു. ഈ പിതാക്കന്മാരുടെ സാന്നിധ്യം മാത്രമല്ല, നിങ്ങളെല്ലാവരുടെയും നമുക്കൊരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് കോട്ടപ്പുറം രൂപതയ്ക്ക് മെത്രാന്മാരുടെ ഒരു വളക്കൂറുള്ള മണ്ണാണ്. കാരണം ഇവിടെയുള്ള 2 പേര് ഈ രൂപതാംഗങ്ങൾ തന്നെയാണ്. വർഗീസ് ചക്കാലക്കൽ പിതാവും അതേപോലെ തന്നെ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവും. ജോസഫ് കൈതത്തറ പിതാവ് ഈ രൂപതാംഗമാണ്. മിഷണറി ആയിട്ട് ദീർഘനാൾ നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന, ഇപ്പോഴും വിരമിച്ചിട്ടാണെങ്കിലും വിശ്രമം അറിയാതെ അധ്വാനിക്കുന്ന. മാത്രമല്ല, വരാപ്പുഴ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ്മാരായിരുന്ന ഡാനിയൽ അച്ചാരുപറമ്പിൽ പിതാവും കൊർണേലിയസ് ഇലഞ്ഞിക്കൽ പിതാവും ഈ രൂപതാംഗങ്ങളാണ്. തിരുവനന്തപുരം അതിരൂപതയുടെ ബിഷപ്പായിരുന്ന അഭിവന്യ ജേക്കബ് അച്ചാരുപറമ്പിൽ പിതാവ് ഈ രൂപതയിലെ അംഗങ്ങളാണ്. അപ്പോഴെനിക്ക് തോന്നുന്നത് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എത്രയും വേഗം. ഇതൊരു ഇൻ്ററിം അറേഞ്ച്മെൻ്റ് എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. ഒരു അപ്പോസ്ലിക് അഡ്മിനിസ്ട്രേറ്റർ, അത് നമുക്കൊരുമിച്ച് സഹകരിച്ച് നല്ലൊരിടയനെ ഈ രൂപതയെ വളർത്താൻ, ഇനിയും പുരോഗതിയുടെ പാതയിൽ നയിക്കാൻ നമുക്ക് കണ്ടുപിടിക്കാൻ ദൈവത്തിൻ്റെ കൃപയിൽ സാധിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ആലോചിക്കുകയായിരുന്നു, എങ്ങനെയായിരിക്കണം ആ മുന്നോട്ടുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ ആശ്രയത്തിൽ. ഇന്നു മുതൽ തന്നെ ഇവിടെയുള്ള വൈദികരോടും അതുപോലെ സിസ്റ്റേഴ്സിനോടും അൽമായരോടൊക്കെ അപേക്ഷിക്കുന്ന ഇതാണ്, നമ്മളുടെ അനുദിന ദിവ്യബലിയോടൊപ്പം തന്നെ ഒരു അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ച് എത്രയും വേഗം അനുയോജ്യനായ ഒരു ഇടയവനെ ഈ രൂപതയെ വീണ്ടും നയിക്കാൻ, പ്രത്യേകിച്ച് കല്ലറക്കൽ പിതാവും കാരിക്കശ്ശേരി പിതാവും ഒക്കെ
ആധ്യാത്മികതയിലും ധീരതയോടുകൂടെ നയിച്ച ആ പൈതൃകം, ആ പാരമ്പര്യം തുറന്നുകൊണ്ട് ഈ രൂപതയെ നയിക്കാൻ പറ്റിയ ഒരു ഇടയനെ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് യോജിച്ച ഇടയനെ ഞാൻ നൽകും. തീർച്ചയായും ആ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നമ്മൾക്ക് വിശ്വസിക്കണം, അടിയുറച്ച് അതിൽ ആശ്രയിക്കണം. അങ്ങനെ എല്ലാ ഇടവകയിലും പറ്റുകയാണെങ്കിൽ നാളെ മുതൽ തന്നെ ഒരു അരമണിക്കൂർ ജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ വരാൻ വൈകിയാൽ പോലും അവിടെയുള്ള ഇടവക വൈദികർ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച്, കർത്താവെ ഈ രൂപതയ്ക്ക് ഉത്തമനായ ഒരു ഇടയനെ അങ്ങയുടെ ഹിതമനുസരിച്ച് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛന്മാരെ സംബന്ധിച്ച് നമുക്ക് നാളെ മുതൽ തന്നെ പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ കുറച്ച് സിസ്റ്റേഴ്സും ഉണ്ട്, മറ്റ് സിസ്റ്റേഴ്സിനോടൊക്കെ അറിയിച്ചേക്കുക. നാളെ മുതൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നല്ലൊരു ഇടയനെ ദൈവം നമുക്ക് നൽകും. നമ്മൾ ഇത്രയും ചെയ്യേണ്ടതുള്ളൂ, ശരിക്കും പ്രാർത്ഥിക്കുക, ആ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക. ദൈവം ആവശ്യത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള ഒരു ഇടയനെ നൽകാൻ നമുക്ക് തീവ്രമായി തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ആ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടെ അഭിവന്യ ജോസഫ് കാരിക്കശ്ശേരി പിതാവിന് ഈ രൂപതയുടെ പേരിൽ, ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ വലിയ കടപ്പാടും നന്ദിയും സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഇനിയും പ്രാർത്ഥിക്കും. പിതാവ് പക്ഷേ ഈ രൂപതയിൽ നിന്നിങ്ങനെ വിരമിച്ചു, റെസിഗ്നേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ പിതാവ് ഞാനിവിടെ നിന്ന് ഇന്നും നാളെയും മറ്റന്നാൾ രാവിലെയുള്ള ട്രെയിനിന് തിരിച്ചു പോകണം. കാരണം അവിടെ എനിക്ക് ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഒരു പാരിഷിൽ കൺഫർമേഷൻ ഏറ്റെടുത്തിട്ടുണ്ട്, പുഞ്ചക്കാട്. അപ്പോൾ പോകണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരാം. ഞാൻ ഏകദേശം ഇങ്ങനെ ഡേറ്റൊക്കെ ഒന്ന് കുറിച്ച് വെച്ചിട്ടുണ്ട്. നാളെ നമുക്ക് വേണമെങ്കിൽ സാധിക്കുമെങ്കിൽ ആ കൺസൾട്ടേഴ്സ് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് പ്രീസ് കൗൺസിലൊക്കെ നമുക്കൊന്ന് ഇന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. അങ്ങനെ അടുത്ത നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിക്കാം. എങ്കിലും കാരിക്കശ്ശേരി പിതാവിൻ്റെ സാന്നിധ്യം, നിരന്തരമായ പ്രാർത്ഥന, അതോടൊപ്പം തന്നെ എല്ലാവിധത്തിലുള്ള ഗൈഡൻസ് അതൊക്കെ നമുക്ക് ഉണ്ടാകും.